ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മെനു നമ്പർ 76 ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 76ാമത്തെ മെനു. ഇന്ന് സമ്മർ സ്പെഷ്യൽ ആയിട്ടുള്ള പച്ചമാങ്ങയുടെ ഒരു റെസിപ്പിയും കൂടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു രസമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു നല്ല റെസിപ്പിയാണ്. ഇതിനൊപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അമരക്കായ ഉരുളക്കിഴങ്ങും കൂടിയുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. ഇത് നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ സാലഡും ചുട്ടപ്പപ്പടമൊക്കെ വെച്ചിട്ട് നമ്മുടെ മീൽ റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മെനൂസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യത്തെ റെസിപ്പി രസത്തിൻ്റെതാണ്. ഇതിനായിട്ട് പച്ചമാങ്ങ തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പ്രഷർ കുക്കറിൽ 2-3 വിസിൽ വരയ്ക്കും കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ടത് നന്നായി തണുപ്പിച്ചെടുക്കുക. ഒരു പാനിൽ ഞാൻ കുറച്ച് കുരുമുളകും ജീരകവും ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് പൊടിച്ചെടുക്കണം. മാങ്ങ വെന്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പ്യൂറി ചെയ്തെടുത്തതാണിത്. അപ്പോൾ 1 കപ്പ് മാങ്ങ ഉണ്ടെങ്കിൽ അതിലേക്ക് 3 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ നമ്മൾ ഒരു പാനിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അതായത് പച്ചമുളകും പിന്നെ കുറച്ച് ശർക്കര, ഞാൻ പൊടിയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര, ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ. തിളയ്ക്കണ്ട, ഒന്ന് ചെറുതായിട്ട് ചൂടായി വരട്ടെ. അപ്പം നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളകും ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊരു തിള വരണം. അപ്പം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഇത് തിളച്ച് വന്ന ഉടനെ നമ്മൾ ഇതിലേക്ക് മല്ലിയില ആഡ് ചെയ്യുക. എന്നിട്ട് ഉടനെ തന്നെ ഇത് അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ട് അടച്ചു വെക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടേ വേണ്ടു. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ജീരകം, കടുക്, ഉലുവ, ചുവന്ന മുളക്, കായപ്പൊടി, പിന്നെ കരിവേപ്പില ഇത്രയും ഇട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് രസത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച ഊണയ്ക്കാൻ നേരത്തെ എടുത്താൽ മതി. ഇനി അടുത്ത് നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിൽ. ഇതിലേക്ക് അമരക്കായ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും കൂടി ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടാണ് ചീനച്ചട്ടിയിലേക്ക് ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ അമരക്കായ വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട്, ഏകദേശം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി, ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അമരക്കായ ഏകദേശം വെന്ത് വരുമ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അമരക്കായ മുഴുവനായി വെന്ത് ഉരുളക്കിഴങ്ങ് ഒന്ന് മുരിഞ്ഞ് വരുന്ന വരെ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള മെഴുക്കുവരട്ടി റെഡിയാവും. അപ്പോൾ ഈ 2 സിമ്പിൾ റെസിപ്പീസ് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോ ആയി വരുന്നവരെ ബൈ.